ഗുഡ് മോർണിംഗ് ചെങ്ങായിമാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ നിങ്ങളെ സ്വന്തം ദേവു. ഇന്നിപ്പോൾ നമ്മൾ മിനിയൂട്ടിയിലുള്ള തിരുവോണമല കയറാൻ വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ എല്ലാവർക്കും സുപരിചിതമാണ്. അപ്പം ഇന്നിപ്പോൾ തിരുവോണമല കയറാൻ വന്നിരിക്കുകയാണ്. അപ്പം നമ്മളെ കൂടെ രണ്ടാൾക്കാരും കൂടി വന്നിട്ടാണ്. ഒരു എവിടെയെന്ന് പോലും കാണുന്നില്ല. ചിലപ്പോ അവിടെ കേറി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നമ്മളെ. ഇതാ അതുകൊണ്ടിരിക്കുന്നത് അവിടെ. ചങ്ങായിമാരെ നമ്മളെ കൂടെ ഉള്ള ആരൊക്കെയെന്ന് അറിയണ്ടേ? ഒന്ന് ഇത് മിസ്റ്റർ കിഡാണു, എന്റെ സ്വന്തം ബ്ലഡാണ്. ബാക്കിലുള്ളത് നമ്മളെ പഴയ ക്യാമറാമാനാണ്. ക്യാമറാമാനോട് നേരെ ചേർത്തോണ്ട് ഓടിക്കേറാണ്. ഇനി പുതിയ ക്യാമറാമാനെ കാണിച്ചരാ. ഇതാണ് പുതിയ ക്യാമറാമാൻ. നമ്മൾ പോയതൊരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് നല്ല അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. നമ്മളവിടെ എത്തുമ്പോൾ എല്ലാവരും തിരിച്ചിറങ്ങാണ്. പിന്നെ കാണുന്ന പോലെല്ല, കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വന്നേനൊരു വൈൽഡ് ആനിമലിന്, ഐ മീൻ കാട്ടിലെ ജീവി. മങ്കി 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 മങ്കി. ഒരു വർഗത്തിന് മറ്റൊരു വർഗത്തിനെ കണ്ടപ്പോ മനസ്സിലായി. അതാണ് അവിടെ പറയുന്നത്. ഇതെന്തിനാ പൊടിയണിന്റെ അല്ല തിന്നാൻ? അതിന്റെ തണ്ട് തിന്നാണ്ടാ. പിന്നെന്താ തിന്നണേ? സബ്സ്ക്രൈബ് ചെയ്യാ, ബെൽ ബട്ടൺ ഓക്കെ മറക്കരുത്. അതെന്താ അങ്ങനെ എന്തോ പറയുന്നുണ്ട്, കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. നോക്കി ഒന്നും മറക്കരുത് കേട്ടോ. ഒക്കെ പറഞ്ഞ പോലെ വലിഞ്ഞു കയറിൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വലിഞ്ഞു കയറിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എടുത്ത വീഡിയോസ് നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. പട്ടി കിടക്കണ പോലെ കണ്ടാൽ അറിയില്ല ഗൈസ്, ചത്ത്. അയ്യോ, അപ്പൊ ഫൈനലി വി ഡിഡ് ഇറ്റ്. നമ്മളങ്ങനെ മലന്റെ മണ്ടയിലെത്തി. ഇതാണ് ഒരു ചെറിയ അമ്പലം. സമുദ്രനിരപ്പിൽ 2000 എത്രയോ അടി ഉയരത്തിലാണ് കേട്ടോ ഈ സ്ഥലം നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ശങ്കരനാരായണ സ്വാമി ക്ഷേത്രമാണുള്ളത് ഈ മലൻ്റെ മുകളിൽ. ഇതിനും എത്രയോ 1000-ലേറെ വർഷത്തിന് പഴക്കമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ എന്താ നല്ലൊരു അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ളൊരു വ്യൂ തന്നെ ഉണ്ട്. പല്ലഞ്ചേരി പോണ്ടതായിരുന്നു, പോയില്ല. ഇതാണ് അപ്പോൾ ആ ക്ഷേത്രത്തിന് പിറകിലുള്ള ചെറിയൊരു വ്യൂ പോയിന്റ്. ഈ കാണുന്നതാണ്. കോടയൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ. ബ്ലോഗർ കൊയങ്ങിയിരിക്കുമേ, ഇനി മേലാലും മല കയറാൻ വരില്ല. എന്താണ് അവസരം പറയുള്ളത്? അഡ്വൈസ് ഉള്ളത്? അഡ്വൈസ് ഉണ്ടോ? ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രം കേറും, എല്ലാത്തും അങ്ങനെ ആവും. എന്താ പറയുള്ളേ? പിന്നെ എന്താ പറയുള്ളേ? എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത്, 2 വട്ടം ആലോചിക്കണം. കുഞ്ഞാക്ക് എന്താ പറയുള്ളേ? അപ്പോൾ പറഞ്ഞ പോലെ തന്നെ മുകളിൽ ആ വ്യൂ പോയിന്റിൽ എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു സ്പെഷ്യൽ മൊമെൻ്റ് തന്നെ ഇവിടുന്ന് കിട്ടിയിട്ട് ഒരുപാട് സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റി. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
തിരിച്ചിറങ്ങാൻ വേണ്ടി പോവുകയാണ്. രാവിലെ തന്നെ കുറ്റിയും പറിച്ച് വന്നപ്പം ഒരു കോട ഉണ്ടാവും, ഒരു ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ചായ അടിക്കാൻ കയറിയതാണ് നമുക്കെല്ലാം ബാധിച്ചത്. വലിയ വ്യൂവും ഒരു ചെറിയ വ്യൂ ഉണ്ട്, പക്ഷെ ഒരു കോടയും അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ നല്ല രസമുണ്ട്. അതൊന്നല്ല, അവര് വരെ വൈകിയതാണ്. അപ്പം നല്ലൊരു വൈബ് ഗ്യാങ് ഉണ്ടെങ്കിൽ എല്ലായിടത്തും സൂപ്പറാന്ന് പറയുന്ന പോലെ ഓരെ കണ്ടതുകൊണ്ട് നമുക്കിവിടെ അടിപൊളിയാക്കാൻ പറ്റി. അല്ലെങ്കിൽ എല്ലാരെയും പോലെ തന്നെ നമ്മളും വെറും വിസിറ്റർ ആയിട്ട് പോയെന്നെ, വന്ന് കണ്ട് പോയി അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ ഉഷാറാക്കി എന്തായാലും വന്നോണ്ട് അങ്ങനെ ഒരു വേറൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ക്രിയേറ്റ് അല്ല, നമുക്കൊരു നല്ലൊരു ബെസ്റ്റ് മൊമെന്റ് ആയിട്ട് അങ്ങനെ കടന്നു. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോവാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.